നമസ്കാരം. വി ആർ ഫാർമാഗേറ്റ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ആദ്യ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളെ ബാധിക്കുന്ന രോഗമാണിത്. ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഭയമാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഭയത്തേക്കാൾ കൂടുതൽ വേണ്ടത് ശരിയായ അറിവും ബോധവൽക്കരണവുമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ശരീരം ചില മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. എന്നാൽ ഇതൊന്നും ആകില്ല, വേദനയില്ലല്ലോ, പിന്നെ നോക്കാം എന്നൊക്കെ കരുതി പലരും അവയെ അവഗണിച്ചു പോകുന്നു. പക്ഷേ ചിലപ്പോൾ ഒരു ചെറിയ ലക്ഷണം പോലും വലിയ ആരോഗ്യ പ്രശ്നത്തിൻ്റെ തുടക്കമായിരിക്കാം. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എന്താണ്, അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, വേദനയില്ലെങ്കിലും അപകടമുണ്ടാകുമോ, ചില കേസുകളിൽ അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ, സ്വന്തം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കാം, ഏറ്റവും പ്രധാനമായി നേരത്തെ കണ്ടെത്തുന്നത് എന്തുകൊണ്ട് അത്യാവശ്യമാണെന്നതിനെക്കുറിച്ചുമാണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഒരു ക്രമത്തിൽ വളരുകയും പഴയ കോശങ്ങൾ നശിക്കുകയും ചെയ്യുന്നതാണ് സാധാരണയായ രീതി. എന്നാൽ ചില കോശങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുത്തി അമിതമായി വളരാൻ തുടങ്ങുമ്പോൾ അവ ക്യാൻസർ കോശങ്ങളായി മാറുന്നു. ഇത് ബ്രസ്റ്റിൽ സംഭവിക്കുമ്പോഴാണ് അതിനെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വിളിക്കുന്നത്. സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ബ്രസ്റ്റിലോ കഷത്തിലോ പുതിയ മുഴ. എല്ലാ മുഴകളും ക്യാൻസർ അല്ല. എന്നാൽ പുതിയതായി കാണുന്ന ഏതൊരു മുഴയും ഒരു ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. 2. ബ്രസ്റ്റിൻ്റെ വലുപ്പത്തിലോ ആകൃതിയിലോ മാറ്റം. അതായത് ഒരു ബ്രസ്റ്റ് മറ്റേതിനേക്കാൾ വ്യത്യസ്തമായി തോന്നുക, അസാധാരണമായ വീക്കം അനുഭവപ്പെടുക എന്നിവയും ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണ്. 3. ചർമ്മത്തിലെ മാറ്റങ്ങൾ. ബ്രസ്റ്റിൻ്റെ ചർമ്മത്തിൽ ചുളിവുകൾ, കുഴിഞ്ഞ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി പോലെയുള്ള രൂപമാറ്റങ്ങൾ ചിലപ്പോൾ മുന്നറിയിപ്പ് ലക്ഷണമായിരിക്കും. 4. മുലക്കണ്ണിൽ നിന്നുള്ള അസാധാരണ സ്രവം. പ്രത്യേകിച്ച് രക്തം കലർന്നതോ അസാധാരണവുമായ സ്രവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും അവഗണിക്കരുത്. 5. മുലക്കണ്ണ് അകത്തേക്ക് വലിഞ്ഞു പോകൽ. മുമ്പില്ലാതിരുന്ന ഒരു പുതിയ മാറ്റമാണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. വേദനയില്ലെങ്കിൽ പ്രശ്നമില്ല എന്നത് തെറ്റായ ധാരണയാണ്. പലരും കരുതുന്നത് ക്യാൻസർ ഉണ്ടെങ്കിൽ നിർബന്ധമായും വേദനയുണ്ടാകുമെന്നാണ്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തുടക്കഘട്ടങ്ങളിൽ പലർക്കും യാതൊരു വേദനയും അനുഭവപ്പെടണമെന്നില്ല. അതുകൊണ്ട് തന്നെ വേദനയില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന ധാരണ അപകടകരമായ ഒന്നാണ്. ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? പ്രായം കൂടുന്നതോടെ സാധ്യത വർദ്ധിക്കുന്നു. കുടുംബത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചരിത്രമുള്ളവർ, അമിതവണ്ണം, ശാരീരിക പ്രവർത്തനങ്ങളുടെ കുറവ്, മദ്യപാനം. എന്നാൽ ഈ ഘടകങ്ങളില്ലാത്തവർക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്ന കാര്യം മറക്കരുത്. ബ്രസ്റ്റ് ക്യാൻസർ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുമോ എന്ന് നോക്കാം. അതെ, ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് രോഗം നേരത്തെ കണ്ടെത്താതെ ചികിത്സ വൈകുകയാണെങ്കിൽ ക്യാൻസർ കോശങ്ങൾ രക്തത്തിലൂടെയോ ലിംഫ് സിസ്റ്റത്തിലൂടെയോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതിനെ മെഡിക്കൽ ഭാഷയിൽ മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വിളിക്കുന്നു. ഏറ്റവും സാധാരണയായി ബാധിക്കപ്പെടുന്ന ഭാഗങ്ങൾ എല്ലുകൾ, ശ്വാസകോശം, കരൾ, തലച്ചോർ. എന്നാൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച എല്ലാവരിലും ഇത് സംഭവിക്കണമെന്നില്ല. പലരിലും രോഗം നേരത്തെ കണ്ടെത്തുകയും കൃത്യമായ ചികിത്സ ലഭിക്കുകയും ചെയ്യുന്നതിനാൽ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായി, സ്വയം പരിശോധിക്കുന്നത് സഹായകരമാണോ എന്ന് നോക്കാം. പലർക്കും ഒരു സംശയമുണ്ടാകും. ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ നമുക്ക് സ്വയം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒരു പരിധിവരെ അതെ എന്നാണ് ഉത്തരം.
സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ സ്വയം പരിശോധന എന്നത് സ്വന്തം ബ്രസ്റ്റിൻ്റെ അസാധാരണ രൂപവും സ്വഭാവവും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, ഇത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്താനുള്ള ഏക മാർഗമല്ല. അതുപോലെ തന്നെ മാമോഗ്രാം പോലുള്ള മെഡിക്കൽ സ്ക്രീനിംഗ് പരിശോധനകൾക്ക് പകരവുമല്ല. എന്നാൽ സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇത് സഹായിച്ചേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പുതിയ മുഴകൾ, ചർമ്മത്തിലെ മാറ്റങ്ങൾ, മുലക്കണ്ണ് അകത്തേക്ക് വലിഞ്ഞു പോകൽ, അസാധാരണമായ സ്രവങ്ങൾ, വലിപ്പത്തിലോ ആകൃതിയിലോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇത്തരം എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിസ്സാരമായി കാണാതെ ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ കണ്ടെത്തലിൻ്റെ പ്രാധാന്യം ഇന്ന് ചികിത്സാരംഗം വളരെ പുരോഗമിച്ചിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ചികിത്സ വിജയകരമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകാവുന്ന അസാധാരണമായ മാറ്റങ്ങളെ അവഗണിക്കാതെ സമയബന്ധിതമായി പരിശോധന നടത്തുകയും ആവശ്യമായ ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഭയമല്ല, ബോധവൽക്കരണമാണ് വേണ്ടത്. ക്യാൻസർ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഭയമാണ് പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷേ ഇന്ന് ചികിത്സാരംഗം വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ കൃത്യമായ ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നുമുണ്ട്. അതുകൊണ്ട് ഭയപ്പെടുകയല്ല വേണ്ടത്. അറിവ് നേടുക, ശരീരം നൽകുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക, ആവശ്യമെങ്കിൽ പരിശോധന നടത്തുക, സമയബന്ധിതമായി ചികിത്സ സ്വീകരിക്കുക. കാരണം നേരത്തെ കണ്ടെത്തിയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന രോഗങ്ങളിൽ ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഇത് പങ്കുവയ്ക്കുക. കാരണം ഒരു ചെറിയ ബോധവൽക്കരണം പോലും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. താങ്ക് യു.